എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്ദ്രാമ്മ ആഹാരം പോലും കഴിക്കാതെ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനന്ത വന്ന് പറയും, അമ്മേ ഈ എടുത്തു വെച്ചിരിക്കുന്ന ആഹാരം എടുത്ത് കഴിഞ്ഞത് കഴിഞ്ഞു. അമ്മ ഇനി അതും ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ വല്ല അസുഖവും വരുത്തി വെക്കും. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് എത്ര നിസ്സാരമായിട്ട് പറയാൻ കഴിഞ്ഞു. ഇനിയേ ഇങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനും ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഇനി ഞാനും പ്രവർത്തിക്കുക. അമ്മേ ആലോചന സംഭവിച്ച ഒരു അബദ്ധം അങ്ങനെ കരുതി അതങ്ങ് ക്ഷമിച്ചു കള എന്ന് അനന്ത വീണ്ടും പറയൂട്ടോ. അപ്പൊ അനന്തന്റെ അടുത്തേക്ക് ഇന്ദ്രമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് ചെല്ലും. അറിയാതെ സംഭവിക്കുന്നതാടാ അബദ്ധം. ഇതിപ്പോ ഇവൻ കരുതി കൂട്ടി ചെയ്തത് തന്നെയാ. സ്വന്തം അപ്പച്ചയെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. കൊലപാതക ശ്രമം, അതാണോ അബദ്ധം? ഇതിനൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഇവിടെ അബദ്ധം എന്നാണോ പറയുക? തക്ക സമയത്ത് ആര്യൻ അമ്പലത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ദേവമംഗലത്തിൽ നിന്ന് മരണവീടായേനെ. നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ മോള് ഗോമതി ഭൂമിയിൽ ഉണ്ടാവില്ല. നിങ്ങൾക്കൊക്കെ എന്താ നഷ്ടം? നഷ്ടം എനിക്ക് മാത്രമാ, ആ കുടുംബത്തിനും, അല്ലാതെ വേറെ ആർക്കും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ഇന്ദ്രാമ്മ കരയാനായിട്ട് തുടങ്ങൂട്ടോ. എന്തുമാത്രം ക്രൂരത ഇവനിന്ന് ചെയ്യാൻ പോയത്. അപ്പം പെട്ടെന്ന് അച്യുതൻ അങ്ങോട്ട് വരും. അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറയാം. രാജശ്രീയും പറയും അമ്മ എന്നും പറഞ്ഞ് ഇന്ദ്രാമ്മയെ തൊടാൻ നോക്കൂട്ടോ. തൊടരുത് നീയൊന്നും. ഒരു കാര്യം ചെയ്യേ, എല്ലാവരും കൂടി എന്നെ അങ്ങ് കൊല്ല്. അപ്പം സമാധാനം ആവുമല്ലോ. പിന്നെ എനിക്ക് കാണുകയും കേൾക്കുകയും ഒന്നും വേണ്ടല്ലോ ഈ വക ദുഷ്ചെയ്തികളൊന്നും. നീയൊക്കെ ഇനിയും ഇത് തന്നെ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ഇന്ദ്രാമ്മ പറയൂ കേട്ടോ. ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റും കൂടി എല്ലാവരും നിൽക്കുക. അതേസമയമാണ് നമ്മുടെ സുകന്യ കൃഷ്ണമംഗലത്തേക്ക് കയറി വരുന്നത്. അപ്പം സുകന്യ വരുമ്പോൾ കൃഷ്ണമംഗലത്തെ എല്ലാവരോട് കാര്യമായ സംസാരത്തിലാണ്. അപ്പം എന്താ അവർ പറയുന്നതെന്ന് അറിയാൻ സുകന്യ അവിടെ മറഞ്ഞു നിൽക്കുവേ. അപ്പം നന്ദിനി ഇന്ദ്രാമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാകും. എങ്ങനെ നിനക്ക് മനസ്സിലാകും? നിനക്കൊന്നും ഒരിക്കലും എൻ്റെ വിഷമം മനസ്സിലാകില്ല എന്ന് ഇന്ദ്രാമ്മ നന്ദിനിയോട് പറയും. അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ, ആഹാരത്തോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ ചെയ്യുക? അമ്മയുടെ ആരോഗ്യം നോക്കണ്ടേ എന്ന് പറയും. ഇന്ദ്രാമ്മ പറയും, എനിക്ക് ഇനി ഇതൊന്നും കാണാനും കേൾക്കാനും വയ്യ. പട്ടിണി കിടന്ന് ഞാനങ്ങ് മരിക്കാം. അപ്പം പിന്നെ എല്ലാവർക്കും സമാധാനം ആകുമല്ലോ എന്ന് ഇന്ദ്രാമ്മ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് സുകന്യ ഇങ്ങനെ പറയും, എന്താ ഈ സംസാരിക്കുന്നത്? ഇവരെന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലിങ്ങനെ പറയാം. അപ്പം ഇന്ദ്രാമ്മ വീണ്ടും തുടരുവാണേ. മക്കളെല്ലാവരും ഐക്യത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ എനിക്ക് വിധി ഇല്ല. എനിക്ക് ജീവിക്കണ്ട. എനിക്ക് മടുത്ത് ഈ ജീവിതം തന്നെ. ആത്മഹത്യ ചെയ്യാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഇങ്ങനെ കിടക്കട്ടെ. ഞാൻ ആഹാരം കഴിക്കാതെ എൻ്റെ ജീവിതം അങ്ങ് അവസാനിക്കട്ടെ. അതാ വേണ്ടത്. എല്ലാവർക്കും സമാധാനം ആവണല്ലോ. ഈ തള്ള എന്തൊരു ഒടുക്കത്തെ ഷോയാ എന്ന് അപ്പം സുകന്യ മനസ്സിൽ നിന്ന് പറയുവാണേ. അപ്പം അനന്തനടുത്തേക്ക് വരിക. അമ്മയുടെ മൂത്ത മകൻ എന്ന നിലയിൽ ഞാൻ വാക്ക് തരിക, ഇനി ഇതുപോലൊരു സംഭവം ഈ വീട്ടിൽ സംഭവിക്കില്ല. ഇല്ല അനന്ത, എനിക്ക് എൻ്റെ മക്കളിലുള്ള ഒരു വിശ്വാസവും ഇപ്പോൾ ഇല്ല. എൻ്റെ മക്കളിലുള്ള എല്ലാ വിശ്വാസവും എനിക്ക് അവസാനിച്ചു. ഇതൊക്കെ ഇനിയും ആവർത്തിക്കും. തക്കം കിട്ടിയ ഇതിനേക്കാൾ വലിയ പ്രവൃത്തി നിങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. കൃഷ്ണമംഗലത്തെ സ്വത്തുക്കളെല്ലാം ഗോമതിയുടെ പേരിലാണെന്ന് അറിഞ്ഞത് മുതൽ അവളെ ഇല്ലാതാക്കാൻ നോക്കുമല്ലേ നിങ്ങൾ എന്ന് നമ്മുടെ ഇന്ദ്രമ്മ പറയൂട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്ക് സുകന്യ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. കൃഷ്ണമംഗലത്തെ സ്വത്തുക്കളൊക്കെ ഗോമതി ചേച്ചിയുടെ പേരിലാണെന്നോ? എൻ്റെ അമ്മേ, ഗോമതി ചേച്ചി ഇത്രയും വലിയ ആളാ എന്ന് സുകന്യ പറയും. എല്ലാം അവൾക്കാണ് എഴുതി വെച്ചെന്ന് ഗോമതി അറിഞ്ഞാൽ അവളെല്ലാം തട്ടിയെടുക്കുമെന്നല്ലേ നിങ്ങൾ പേടിക്കുന്നേ എന്ന് ഇന്ദ്രമ്മ പറയൂട്ടോ. അത് തന്നെ നിങ്ങളുടെ പേടിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കാനും നിങ്ങൾക്കൊക്കെ കഴിയൂ. അവൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് അവളെ അവസാനിപ്പിക്കണം. അതല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ. എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ? അപ്പം സുകന്യ പറയും, അത് ശരി, ഞാനറിയാതെ കുറേ രഹസ്യങ്ങൾ അപ്പം വേറെ ഉണ്ടല്ലേ ഇവിടെ. അമ്മേ, വസ്തുക്കൾ കൈവിട്ടു പോകുമെന്നുള്ള പേടിയും അതിൻ്റെ വിഷമവും ഒക്കെ ഞങ്ങൾക്കുണ്ട്. അത് സത്യമാണ്, അത് ഞാൻ മറക്കുന്നില്ല എന്ന് അനന്ത പറയും. എന്നും കരുതി ആ ഗോമതിയെ കൊല്ലാൻ മാത്രമുള്ള ദേഷ്യമൊന്നും ആർക്കും ഇല്ല ഇവിടെ. അമ്മേ, അതിപ്പോൾ ആർക്കും ഉണ്ടാകുന്ന ഒരു ദേഷ്യമല്ലേ, അല്ലാതെ അതിനപ്പുറം ഒരു ദുശ്ചിന്തയും ആർക്കും ഇല്ല. ഗോമതി ഞങ്ങളുടെയും കൂടി അനിയത്തിയല്ലേ. അല്ല കൂടപ്പുറപ്പായിട്ടല്ല നിങ്ങൾ അവളെ കാണുന്നത് എന്ന് ഇന്ദ്രാമ്മ അപ്പോൾ അനന്തനോട് പറയൂ കേട്ടോ. അങ്ങനെ ഒരു ചിന്തയൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല. അതെനിക്ക് എന്നേ മനസ്സിലായ കാര്യമാണ്. സ്വന്തം ചോരയാണെന്നുള്ള സ്നേഹം നിങ്ങൾക്ക് അവളോടില്ല. അവൾ നിങ്ങൾക്ക് വെറും ശത്രു മാത്രമാണ്. നിങ്ങളുടെ സ്വത്തിൻ്റെ അവകാശിയാകാൻ പോകുന്ന ഒരാളാ. അങ്ങനെ മാത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് ഗോമതി. അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. അതുമാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയാം. അപ്പം അച്യുതനാണെങ്കിൽ വന്നിട്ട് പറയും, അമ്മ ഇങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അവളെ കൊല്ലാൻ മാത്രം ദേഷ്യമൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അമ്മയ്ക്ക് വാക്ക് തരിക. ഇനി ഇതുപോലത്തെ പ്രവൃത്തികളൊന്നും ഇവിടെ ആവർത്തിക്കില്ല.
അപ്പം പെട്ടെന്ന് അച്യുതനും അനന്തനും കൂടി പറയാം, അമ്മേ ഞങ്ങൾക്ക് ഒത്തിരി തെറ്റ് സംഭവിച്ചു, ഒന്നല്ല ഒരുപാട്, എല്ലാത്തിനും കാല് പിടിച്ച് മാപ്പ് ചോദിക്കുക, ഇനി ഇങ്ങനത്തെ പ്രവൃത്തികളൊന്നും ഇവിടെ ആവർത്തിക്കില്ല, അമ്മയൊന്ന് സമാധാനപ്പെട്, അമ്മ ആഹാരത്തോട് ദേഷ്യം കാണിക്കല്ലേ. അപ്പം രാജശ്രീയും പറയും, അമ്മേ ഇതോടുകൂടി എല്ലാം അവസാനിച്ചു, അമ്മ ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയണം. അപ്പം ഇന്ദ്രാമ്മ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുക, അമ്മ ആഹാരം കഴിക്കണം, ഇനി ഒരു പ്രശ്നത്തിന് ഞങ്ങൾ ആരും പോകത്തില്ല എന്ന് പറയാം. അപ്പം സുകന്യ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നന്ദിനി പറയും, അമ്മ വാ, അമ്മ വന്ന് ആഹാരം കഴിക്കുക, ഇനിയും എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ അമ്മ പറയുന്നത് എന്തും ഞങ്ങൾ അനുസരിക്കാം. അപ്പം ഇന്ദിരാമ്മ പറയും, ഞാൻ കഴിച്ചോളാം, നിങ്ങളിപ്പോൾ പൊയ്ക്കോ എന്ന് പറയേ. അപ്പം എല്ലാവർക്കും സമാധാനമാവുക, അമ്മയുടെ നിരാഹാരം അവസാനിപ്പിച്ചല്ലോ, രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ പരസ്പരം എല്ലാവരും നോക്കുവാണ്. ഇന്ദിരാമ്മ അകത്തേക്ക് പോവാണ് കേട്ടോ. അച്യുതനും അനന്തനും പെട്ടെന്ന് അവിടുന്ന് മാറുവേ. നന്ദിനി ഇന്ദിരാമ്മയുടെ പുറകെ പോകും. പെട്ടെന്നാണ് രാജശ്രീയുടെ കണ്ണിൽ സുകന്യ വാതിക്കൽ നിൽക്കുന്നത് പെടുന്നത്. അപ്പം സുകന്യ രാജശ്രീയെ കാണുമ്പോഴത്തേക്കും മുന്നോട്ട് കയറി വരിക. ആ സുകന്യെ നീ എപ്പോൾ വന്നു എന്നിങ്ങനെ രാജശ്രീ ചോദിക്കുക. ഈശ്വര ഇവളെല്ലാം കേട്ട് കാണുമോ എന്നൊക്കെ ചിന്തിക്കുവാണേ. ചേച്ചി ആ AC ഒന്ന് കൂട്ടിയിട്ടേ എന്നപ്പോൾ പറയും, അല്ല ഇപ്പം നല്ല തണുപ്പായില്ലേ എന്ന് റൂമിൽ ചെന്നിട്ട് പറയൂ കേട്ടോ. ആ AC ഇല്ലാതെ തന്നെ എൻ്റെ മനസ്സ് തണുത്തു ചേച്ചി, ചൂട് അത്രയും ചേച്ചിക്കാണെന്ന് തോന്നുന്നുണ്ടല്ലോ, ചേച്ചിയുടെ ദേഹമൊക്കെ അങ്ങ് വേർതിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. എനിക്ക് ചൂടോ, നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? ആ കാലാവസ്ഥയുടെ കാര്യങ്ങൾ ഞാൻ മൊത്തത്തിൽ അങ്ങ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. അല്ല നീ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നോ? കൃഷ്ണമംഗലത്തേക്ക് എനിക്ക് എപ്പോൾ വേണേലും വരത്തില്ലേ, നേരത്തേന്നോ താമസിച്ചേന്നോ ഒക്കെ നോക്കണോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല മോളെ, നീ വന്നത് കണ്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ആ ഓ ചേച്ചി കണ്ടില്ലായിരുന്നല്ലേ, അത് സാരമില്ല, ഇപ്പം കണ്ടല്ലോ എന്ന് സുകന്യ പറയും. എന്താ രാജശ്രീ ചേച്ചിക്ക് ഒരു പരിഭ്രാന്തി, ഈ തണുപ്പത്തും വല്ലാണ്ടങ്ങ് വിയർക്കുന്നത് പോലെ പരിഭ്രാന്തിയോ? അപ്പം വിയർപ്പൊക്കെ തുടച്ചുകൊണ്ട് രാജശ്രീ പറയാം, വിയർപ്പോ? ആർക്ക്? നിനക്ക് തോന്നുന്നതാ മോളെ. അല്ല ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നിരിക്കട്ടെ, ഞാനിപ്പം വിയർത്ത് കുളിച്ചിട്ടുണ്ടായിരിക്കും ഇതിനിടയ്ക്ക്, ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിഞ്ഞെന്നുള്ള ഒരു പരിഭ്രാന്തി ഉണ്ടല്ലോ, ആരാണേലും ഒന്ന് കിടങ്ങിപ്പോവില്ലേ എന്ന് സുകന്യ പറയൂ കേട്ടോ. അപ്പം രാജശ്രീ പറയും, കൃഷ്ണമംഗലം ഗോമതിയുടെ പേരിലാണെന്നുള്ളത് ഇവൾ അറിഞ്ഞു കഴിഞ്ഞു, അതാ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇനി ഇവളോട് സൂക്ഷിച്ചിടപെടണം എന്ന് പറയാം. ചേച്ചിയുടെ മൈൻഡ് വോയിസ് ഇതാ എൻ്റെ കാതിൽ എനിക്ക് കേൾക്കാം എന്ന് സുകന്യ പറയൂ കേട്ടോ. അല്ല നീ എന്താ ഉദ്ദേശിക്കുന്നത് സുകന്യെ? അവിടെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു കേട്ടോ, അതിനെ പറ്റിയല്ലേ ചേച്ചി ചിന്തിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല സുകന്യെ, സത്യ ഞാൻ ഒക്കെയും കേട്ടു, ഗോമതി ചേച്ചിയുടെ പേരിലാന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് രാജശ്രീ പറയും, ഒന്നും ഒളിച്ചൊന്നും ഞാൻ വെച്ചിട്ടില്ല മോളെ എന്ന് പറയേ. അതൊക്കെ എൻ്റെ തോന്നലാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി, രണ്ടുപേരും പരസ്പരം ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ അതൊക്കെ എൻ്റെ വെറും തോന്നലാണെന്ന് എനിക്കിപ്പം മനസ്സിലായി, മഞ്ഞുമലയുടെ ഒരു കഷ്ണം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പെട്ടെന്ന് സുകന്യ രാജശ്രീയോട് പറയേ. നീ എന്തൊക്കെയായി പറയുന്നേ എന്ന് രാജശ്രീ അപ്പം ചോദിക്കും. ചേച്ചി കൂടുതൽ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി, കൃഷ്ണമംഗലത്തിൻ്റെ ഉടമ യഥാർത്ഥത്തിൽ ഗോമതി ചേച്ചിയല്ലേ എന്ന് സുകന്യ രാജശ്രീയോട് ചോദിക്കുവേ. എന്താ നീ പറയുന്നേ എന്ന് അപ്പോൾ രാജശ്രീ പറയും, ഗോമതി ചേച്ചിയുടെ പേരിലല്ലേ വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല, കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട കേട്ടോ, എങ്ങനെയൊന്നും ഇല്ലാന്ന്. എൻ്റെ ചേച്ചി മുന്നിൽ സുകന്യ നിൽക്കുന്നേ, അഭിനയം ഇങ്ങോട്ട് വേണ്ട, ഞാനേ നന്നായിട്ട് എല്ലാവരും അഭിനയിപ്പിച്ചോളാം, ഞാൻ കിടന്ന് അഭിനയിക്കും, അത് കണ്ട് എല്ലാവരും എൻ്റെ അഭിനയത്തിൽ വീഴുകയും ചെയ്യും. പക്ഷേ ഈ സുകന്യയുടെ മുന്നിൽ ആർക്കും അഭിനയിച്ച് പിടിച്ച് നിൽക്കാനൊന്നും പറ്റില്ല ചേച്ചി, അതിനോളം ചേച്ചി വളർന്നിട്ടില്ല എന്ന് സുകന്യ രാജശ്രീയോട് പറയേ. അതിനാരാ അഭിനയിച്ചു? നിൻ്റെ മുന്നിൽ എനിക്ക് കള്ളം പറയേണ്ട കാര്യം ഇല്ലല്ലോ, അമ്മ പറഞ്ഞതിനെ പറ്റിയല്ലേ നീ പറയുന്നേ? ഓ മോളെ, അത് പണ്ടങ്ങാണ്ടോ എഴുതി വെച്ച രേഖയെക്കുറിച്ചാണ് അമ്മ പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല, അതിപ്പോൾ അസാധുവാകൂന്നേ. അല്ലാതെ അച്ചുവേട്ടൻ രജിസ്റ്റർ ഓഫീസിൽ വില്ലേജ് ഓഫീസിലും ഒക്കെ പോയി അന്വേഷിച്ചിരുന്നേ, ഏതോ വക്കീലിനോടും കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു, അതിനൊന്നും അത്ര വലിയ സാധ്യതയില്ലെന്നേ, അല്ലാതെ മോൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഇതിനിപ്പം കൃത്യമായ സാക്ഷിയും വകുപ്പും ഒന്നും ഇല്ലാതെ എഴുതി കൊടുത്തേനെ ഒരു വിലയില്ലെന്നാ എല്ലാവരും പറയുന്നേ. പാവം അമ്മ, ദേഷ്യം വരുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് അതങ്ങ് ജയിക്കാൻ വേണ്ടി വിളിച്ചു പറയും, പണ്ടേ ഇങ്ങനെയാ, അല്ലാതെ ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല.
അപ്പം ഈ വിൽപത്രം അത്ര കുഴപ്പം പിടിച്ച കാര്യമൊന്നും അല്ലല്ലേ, നിങ്ങൾക്കാർക്കും അതുകൊണ്ട് ഒരു പ്രശ്നം ഇല്ലല്ലേ എന്ന് സുകന്യ ചോദിക്കും. ഓ എവിടുന്ന്, അമ്മയ്ക്ക് പിന്നെ സമാധാനം ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ ആരും ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ അമ്മയോട് പറയാറില്ല. അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, അമ്മയ്ക്ക് പ്രായമായ സ്ത്രീയല്ലേ എന്ന് പറയും. അല്ല മോളെ, നീ എന്തെങ്കിലും കഴിച്ചോ, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് രാജശ്രീ സുകന്യോട് ചോദിക്കുവേ. ഞാൻ നിനക്ക് നല്ല ചൂടുള്ള ചായയും പഴംപൊരിയും കൊണ്ടുവരാം. ഒന്നും വേണ്ട രാജശ്രീ ചേച്ചി, എൻ്റെ മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞിരിക്കുക. അതിരിക്കട്ടെ, ഇങ്ങനൊരു വിൽപത്രമുള്ള കാര്യം ഗോമതി ചേച്ചിക്ക് അറിയില്ലല്ലേ? പറഞ്ഞില്ലേ, വിലയില്ലാത്ത വിൽപത്രം. അതിപ്പം അറിഞ്ഞാലും അറിഞ്ഞില്ലേലും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്ന് രാജശ്രീ പറയും. അങ്ങനെ എന്നാൽ എന്നെ ദേവമംഗലത്തിൽ അന്വേഷിക്കുന്നുണ്ടാവും, ഞാൻ അങ്ങ് ചെല്ലട്ടെ. സുകന്യെ, വരുന്നതിന് മുമ്പേ നീ അങ്ങ് പോവാണോ? ഇപ്പം വന്നതല്ലേ ഉള്ളൂ, ഇരിക്ക്, ഞാൻ പറയട്ടെ, ഞാൻ പിന്നെ വരാൻ ചേച്ചി. ഗോമതി ചേച്ചി അടുക്കളയിൽ ഒറ്റയ്ക്കായിരിക്കും. ഒന്ന് നോക്കിയാ ഗോമതി ചേച്ചി ഒരു പാവവാ, ഒരു കുടുംബത്തിന് വേണ്ടി ആരോഗ്യം നോക്കാതെയാ അധ്വാനിക്കുന്നത്, പാവം. എന്നാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് സുകന്യ അങ്ങ് പോവാണേ. സുകന്യെ, നിക്ക്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഞാൻ പോയിട്ട് വരാൻ ചേച്ചി എന്ന് പറഞ്ഞ് സുകന്യ അങ്ങോട്ട് പോവാ. ഇവള് അമ്മയായിട്ടെല്ലാം നശിപ്പിച്ചു. ഇവൾക്ക് കാഞ്ഞ ബുദ്ധിയാ, എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്താ സുകന്യ പോയിരിക്കുന്നത്. കാര്യങ്ങൾ കുഴപ്പത്തിലാകുമെന്നാ തോന്നുന്നേ. ഈശ്വര, ആ ഗോമതിനെ ഇവള് തന്നെ കാര്യങ്ങളൊക്കെ അറിയിക്കുമെന്നാ തോന്നുന്നേ. അങ്ങനെ പോയാൽ എന്താ സംഭവിക്കുക? ദൈവമേ, ഇവളെ ഇപ്പം പാരയായി മാറുമോ എന്നൊക്കെ രാജശ്രീ മനസ്സിൽ പറയാണ് കേട്ടോ. അതേസമയം ദേവമംഗലത്ത് മിത്രയും ഗോമതിയും കൂടി അടുക്കളയിൽ ഓരോരോ പരിപാടികളിലൊക്കെയാണ്. അപ്പോൾ ഗോമതി മിത്രയോട് പറയും, ദേ സൂക്ഷിച്ച്, നിന്റെ കൈ മുറിയരുതേ. ഇല്ല അപ്പച്ചി, ഞാൻ ശ്രദ്ധിച്ചാ ചെയ്യുന്നേ എന്ന് മിത്ര പറയൂ കേട്ടോ. ശ്രദ്ധിച്ചാൽ മതി എന്നും പറഞ്ഞ് ഗോമതി ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുകന്യ അങ്ങോട്ട് വരികയാണ് കേട്ടോ. ഓ, കെട്ടിയെടുത്തോ ഈ സാധനത്തെ, ഇനി എന്തൊക്കെ കുറ്റങ്ങളാണോ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്ന് മിത്ര മനസ്സിൽ പറയും സുകന്യയെ കാണുമ്പം. എന്തൊരു മണവാ ചേച്ചി ഇത്, ഗോമതി ചേച്ചി എന്തായി ഉണ്ടാക്കുന്നേ? മീൻകറിയാ? സാധാരണ മീൻകറിക്ക് ഇത്രയും മണം ഉണ്ടോ എന്ന് പെട്ടെന്ന് സുകന്യ ചോദിക്കേ. അപ്പം മിത്ര അന്തം വിട്ട് നിൽക്കുക. ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇതേ കൊടമ്പുളി ഇട്ട് വെക്കുന്ന മീൻകറിയാ, അതാ ഈ മണം. ലേശം എനിക്ക് ഇച്ചിരി തരുമോ, ടേസ്റ്റ് ചെയ്ത് നോക്കാനാ? കയ്യിലോ? ടേസ്റ്റ് ചെയ്യാനാ, ഒരല്പം മതി എന്ന് പറയുമ്പം മിത്രയ്ക്ക് ഇതൊക്കെ കാണുമ്പം വിശ്വാസം വരുന്നില്ലേ. നോക്കി നിൽക്കാതെ ഇച്ചിരി അങ്ങ് കയ്യിലോട്ട് ഒഴുക്കി ചേച്ചി, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അത്രയ്ക്ക് നല്ല മണമാണ് വരുന്നത്. ചേച്ചിയുടെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം എന്ന് പറയുവേ. എന്നിട്ട് ഗോമതി ഒരു സ്പൂണിൽ കുറച്ചെടുത്ത് നന്നായിട്ട് ഊതിയിട്ട് സുകന്യയുടെ കയ്യിലോട്ട് ഒഴിച്ചു കൊടുക്കും. ചൂടുണ്ടേ, കൈ പൊള്ളല്ലേ എന്ന് പറയേ. അപ്പം സുകന്യ അത് കുടിക്കൂട്ടോ, ആ ചാറ്. എന്തൊരു രുചിയാ! എൻ്റെ പൊന്നോ, ചേച്ചിയുടെ കൈപ്പുണ്യം അപാരം തന്നെയാട്ടോ എന്ന് സുകന്യ പറയൂട്ടോ. അപ്പച്ചോട് ഇത്രയും സ്നേഹമോ സുകന്യ ചേച്ചിക്കോ? കിഡ്നി വല്ലതും ചോദിക്കാനായിരിക്കും, അല്ലാതെ ഇത്ര സ്നേഹം അഭിനയിക്കില്ല. ചേച്ചിയെ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാലേ ഞാൻ ചേച്ചി എതിര് പറയല്ലേ? അല്ല, എന്താണെന്നറിയാതെ ഞാൻ എങ്ങനെയാ പറയുക എന്ന് ഇപ്പം ഗോമതി പറയും. എനിക്ക് കുക്കിംഗ് പഠിക്കണം, അത്രേ ഉള്ളൂ ചേച്ചി. കുക്കിംഗ് പഠിക്കാനോ? സുകന്യ ചേച്ചിയോ? എന്നെ കുക്കിംഗ് പഠിപ്പിക്കണം ചേച്ചി, പ്ലീസ്. ചേച്ചിയുടെ ഈ കുക്കിംഗ് കാലിബറൊക്കെ എനിക്കും കിട്ടണം, ഇതുപോലെ ടേസ്റ്റുള്ള ആഹാരം എനിക്കും ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാ എന്ന് പറയാം. അപ്പോൾ ഗോമതി ഒന്നും മിണ്ടാതെ നിൽക്കേ. അല്ല, കുക്കിംഗ് എന്നെ പഠിപ്പിക്കാൻ ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാം. പഠിപ്പിക്കാം, ഞാൻ പഠിപ്പിക്കാം എന്ന് ഗോമതി പറയുവേ. അത് മതി, എന്നാൽ ഇന്ന് തന്നെ നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ എന്ന് സുകന്യ ചോദിക്കും. അത് സുകന്യയുടെ ഇഷ്ടം, സുകന്യയുടെ സൗകര്യാർത്ഥം അടുക്കളയിലേക്ക് വന്നാൽ മതി. എനിക്ക് സന്തോഷമായി ചേച്ചി, എന്നെ കുക്കിംഗ് പഠിപ്പിക്കാമെന്ന് ചേച്ചി സമ്മതിച്ചല്ലോ. എനിക്ക് ഇതിൽ പരം വേറെ ഒരു സന്തോഷവും ഇനി കിട്ടാനില്ല എന്ന് പറയൂ കേട്ടോ. പെട്ടെന്നാണെങ്കിൽ ഗോമതി മനസ്സിൽ പറയും, ഞുള്ളി നോക്കൂട്ടോ കയ്യിൽ, സ്വപ്നമൊന്നുമല്ല, ഇത് സത്യം തന്നെയാണ്, എന്തോ ഒരു കാര്യമുണ്ട് എന്ന് ഗോമതി മനസ്സിൽ പറയേ. പെട്ടെന്ന് മിത്രയെ വിളിക്കും. മിത്രമോളെ, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ എന്ന് ചോദിക്കും. ചേച്ചി എന്താ വിളിച്ചെന്നെ? മിത്രമോളെ എന്ന്. ഞാനോ? മിത്രമോളോ എന്ന്. അപ്പം മിത്ര ചോദിക്കേ, എൻ്റെ അനിയത്തിയെ ഞാൻ അങ്ങനെയല്ലേ വിളിക്കേണ്ടത് എന്ന് സുകന്യ ചോദിക്കും. അല്ല ചേച്ചി എന്ന്. അപ്പോൾ ഗോമതിയോട് ചോദിക്കും. അതെ, സുകന്യക്ക് എന്ത് വേണേലും ഇത്ര വിളിക്കാലോ എന്ന് ഗോമതി പറയൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പം സുകന്യ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുവേ. എന്താ ചേച്ചി എന്നെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നേ എന്നപ്പോൾ സുകന്യ വീണ്ടും ഗോമതിയോട് ചോദിക്കും കേട്ടോ. ഇതെന്താ ചേച്ചി എന്നവിടെ കണ്ടൊരു പൊടി എടുത്ത് ചോദിക്കും. ഇതും മഞ്ഞൾപ്പൊടി. സുകന്യക്ക് അറിയില്ലേ? ഞാൻ വിചാരിച്ചത് മല്ലിപ്പൊടിയാണെന്ന് എന്ന് സുകന്യ അപ്പോൾ പറയൂ കേട്ടോ. ഇതാണല്ലേ മഞ്ഞൾപ്പൊടി. ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം വീണ്ടും മിത്ര സുകന്യയുടെ അടുത്തേക്ക് തന്നെ വരുവാണേ. എന്നിട്ട് സുകന്യ ചെയ്യുന്നതെല്ലാം നോക്കുക. അപ്പം മിത്രയോട് നമ്മുടെ ഗോമതി ചോദിക്കും,
അല്ല, നീ ഇതെവിടെ പോയതാ? പെട്ടെന്ന് പുറത്തോട്ട് പോകുന്ന കണ്ടല്ലോ. ഞാനേ ഈ കാക്ക വല്ലതും മലർന്ന് പറക്കുന്നുണ്ടോന്ന് നോക്കാനായിട്ട് പോയതാ. എന്നിട്ട് നീ മലർന്ന് പറക്കുന്ന കാക്കയെ കണ്ടോ? കണ്ടു കണ്ടു, ദോണ്ടെ നിൽക്കുന്നു ചുമന്ന സാരിയൊക്കെ ഉടുത്ത് എന്ന് മിത്ര ഗോമതിയോട് പറയൂട്ടോ. അപ്പം പെട്ടെന്ന് സുഗന്യ തിരിക്കും. ചേച്ചി, ഇനി ഈ കറിയിൽ എന്താ ചെയ്യേണ്ടത്? ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം. ഞാൻ ചെയ്യട്ടെ? ചെയ്തോ ചെയ്തോ എന്ന് പറയേ. അപ്പോൾ പെട്ടെന്ന് ആ മഞ്ഞൾപ്പൊടി കൂട്ട് ഒരുപാട് എടുത്ത് അതിലേക്ക് ഇടാനായിട്ട് തുടങ്ങും. അയ്യോ അയ്യോ, അത്രയൊന്നും വേണ്ട, അതിൻ്റെ ഒരു 1/4 ഭാഗം മതി എന്ന് പറയേ. ഇത് മതിയോ എന്ന് സുഗന്യ ചോദിക്കും. മതി മതി മതി, ഇടട്ടെ? ഇട്ടോ ഇട്ടോ എന്ന് അപ്പോൾ ഗോമതി സുഗന്യോട് പറയട്ടോ. സുഗന്യ അതിട്ടിട്ട് അടച്ചു പിടിക്കും. ഇനി ഈ തവി കൊണ്ടേ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്ന് പറയേ. അപ്പോൾ തവിച്ച് പതിയെ സുഗന്യ ഇളക്കി കൊടുക്കും. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഗോമതിക്ക് സന്തോഷം വരികയാണ് കേട്ടോ. കുക്കിംഗ് എന്ത് രസമല്ലേ, ഇത്ര സിമ്പിളായിരിക്കും എന്ന് ഞാൻ കരുതേയില്ല. ചേച്ചിയുടെ കൂടെ തന്നെ നിന്ന് 1 മാസം കൊണ്ട് ഫുൾ കുക്കിംഗ് ഞാൻ പഠിക്കും എന്ന് സുഗന്യ പറയൂ കേട്ടോ. അപ്പം ഇത്രയ്ക്കൊരു പുച്ഛം വരുവാണ്. പുച്ഛത്തോടെ ഒന്ന് ചിരിക്കുക. കുക്കിംഗ് കംപ്ലീറ്റ് എന്നെ ചേച്ചി തന്നെ പഠിപ്പിക്കണം കേട്ടോ, അല്ലാതെ ഞാൻ ചേച്ചിയെ വിടൂല എന്ന് പറഞ്ഞ് ഗോമതിയുടെ കവിളി പിടിച്ചൊന്ന് തലോടുവേ. അല്ല മോളു, നീ എന്താ ഈ അരിയുന്നേ എന്ന് മിത്രയോട് ചോദിക്കും. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ അരിയട്ടെ എന്ന് ചോദിക്കും. ചേച്ചി പ്ലീസ് ചേച്ചി, ഞാൻ അരിയട്ടെ. ശരി, സുഗന്യ അരിഞ്ഞോ എന്ന് ഗോമതി പറയും. മോളെ ചേച്ചി ചെയ്യാം എന്ന് മിത്രയോട് പറഞ്ഞിട്ട് സുഗന്യാണെങ്കിൽ പച്ചക്കറികളൊക്കെ അരിയാനായിട്ട് തുടങ്ങുവാണേ. അപ്പോൾ ഇതൊക്കെ കണ്ടോണ്ട് മിത്ര എവിടെ നിൽക്കുക. അല്ല, മോൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? മോളിവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. നിനക്ക് പഠിക്കാനില്ലേ? നീ പൊയ്ക്കോ, കിച്ചണിലെ കാര്യങ്ങൾ ഞാനും ചേച്ചിയും കൂടെ നോക്കിക്കോളാം. മോള് പോയിരുന്ന് പഠിച്ചോ എന്ന് മിത്രയോട് പറയും. പഠിത്തത്തിലൊന്നും ഉഴപ്പാൻ പാടില്ല, ഇതേ പഠിക്കേണ്ട പ്രായമോ, മോള് ചെല്ല് എന്നും പറഞ്ഞ് മിത്രനെ പറഞ്ഞു വിടുട്ടോ. അപ്പം ഗോമതിയും പറയും മിത്ര പൊയ്ക്കോ എന്ന് പറയും കേട്ടോ. എന്നിട്ട് രണ്ടുപേരുടെ അടുക്കള നിൽക്കുകയാണേ. ചേച്ചി, ഈ പടവലം 1 ഇഞ്ച് കട്ട് ചെയ്യണോ അതോ 1/4 ഇഞ്ച് മതിയോ? അത് പിന്നെ പച്ചക്കറി മുറിക്കുന്നതിന് ഒരു പ്രത്യേക കണക്കുണ്ട്. സുഗന്യ മാറ്, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആ പടവലങ്ങ എടുത്തുകൊണ്ട് ഗോമതി ഇതിങ്ങനെ എടുത്തിട്ടേ എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ വീണ്ടും മിത്ര അവിടെ തന്നെ നിൽക്കുക ഇവരെ ശ്രദ്ധിച്ചുകൊണ്ട്. സംതിങ് ഫിഷി, എന്തോ ഉണ്ട്, ഒന്നും മനസ്സിൽ കാണാതെ സുഗന്യ ചേച്ചി ഇതുപോലൊന്നും പ്രവർത്തിക്കത്തില്ല. എന്താണോ കാര്യം, കണ്ടുപിടിക്കണം എന്ന് സുഗന്യ മനസ്സിൽ പറയാണ് കേട്ടോ. എന്നിട്ട് സുഗന്യ അവിടെ നിന്ന് അങ്ങോട്ട് പോവേ. എന്നിട്ട് ഗോമതിയോട് ഓരോ കാര്യങ്ങളൊക്കെ നോക്കി അറിഞ്ഞ് സുഗന്യ പഠിക്കുകയാണ് കേട്ടോ. ഇപ്പം മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുക. അതേസമയം അനുശ്രീ അവിടെ ഇരുന്ന് പഠിക്കുവാണേ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ബാലൻ വരിക. മോളെ, ഈ സാധനങ്ങളൊക്കെ അമ്മയെ ഏൽപ്പിക്കണം. അന്നേരം അതിനകത്ത് ഒരു ഫ്രൂട്ടും ഉണ്ടായിരുന്നേ. അതെടുത്ത് കടിക്കും. അത് വൃത്തിയാക്കി കഴുകിയിട്ട് കഴിക്കുക. ഇതേ ഏടത്തേക്കാ ഫ്രൂട്ട്സാ എന്ന് ഗോമതി ചോദിക്കുമ്പം അനുശ്രീ പറയും. അല്ലെങ്കിലേ നീയേ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് ഈ ഫ്രൂട്ട്സ് ഉപ്പുവെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറയും കേട്ടോ. ബാലേട്ടാ കഴിക്കാനിരിക്കുക, അതേ എല്ലാ സാധനങ്ങളും ആയി എന്ന് പറയാം. മീനു കഴിക്കാൻ വാ. ചേച്ചി ദേവി എവിടെ എന്നപ്പം സുകന്യ ചോദിക്കുവേ. സുകന്യ കേട്ടോ മീനുവിനെയും വിളിക്കുന്നത്. അതെ ദേവി വന്നല്ലോ. ദേവി പയ്യെ നടക്കുമ്പോഴത്തേക്കും അയ്യോ പയ്യെ നടക്കുക എന്നും പറഞ്ഞ് പതിയെ പിടിച്ചുകൊണ്ടേ ദേവിനെ ഒരു കസേര സുകന്യ ഇരിക്കുവേ. സൂക്ഷിച്ചിരിക്കണേ. ചേച്ചി ഞാൻ സൂക്ഷിച്ചോളാം. 1.5 മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, നല്ല ശ്രദ്ധ വേണം അല്ലേ ചേച്ചി എന്ന് ഗോമതിയോട് ചോദിക്കും. പിന്നെ ദേവിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം കേട്ടോ. ആയിക്കോട്ടെ, ശരി ശരി പറഞ്ഞോളാം എന്ന് ദേവി അപ്പോൾ പറയുവാണേ. ചേച്ചി ഇരുന്നോ, ഞാൻ വിളമ്പാ. അയ്യോ വേണ്ട വേണ്ട, ഞാൻ പിന്നെ ഇരുന്നോളാം. ചേച്ചി ഇവിടെ ഇരുന്നേ, ബാലേട്ടൻ്റെ അടുത്ത് ചേച്ചി ഇരിക്കുക, എല്ലാവർക്കും ഞാൻ തന്നെ വിളമ്പാം. ഈ സുകന്യയുടെ ഒരു കാര്യം, ഞാൻ ഇരുന്നോളാം. മീനു മിത്രേ വാ എന്നും പറഞ്ഞ് അവരെയൊക്കെ സുകന്യ വിളിക്കുവാണേ. ദേ എല്ലാവരും ഇരിക്കുക, മീൻകറി ഒഴിക്കട്ടെ ബാലേട്ടാ? മതി, കുറച്ചുകൂടെ ഒഴിക്കാം ബാലേട്ടാ. മതി സുകന്യ എന്നപ്പോൾ ബാലൻ പറയും. സുകന്യ തന്നെ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി കൊടുക്കുവാണേ. ചേച്ചി കുറച്ചുകൂടി ചോറിട്ടെ എന്ന് ഗോമതിയോട് ചോദിക്കും. അയ്യോ അത് മതി സുകന്യ, ഞാൻ ഇത്രേ കഴിക്കുള്ളൂ എന്ന് സുകന്യയോട് ഗോമതി പറയൂ കേട്ടോ. അപ്പം സുകന്യയുടെ ഈ പ്രവൃത്തികളെല്ലാം എല്ലാവരും നോക്കി നിൽക്കുക കേട്ടോ. ഇത് മതിയോ ബാലേട്ടാ? അപ്പം മിത്ര ആണെങ്കിൽ മീനുവിനോട് ചോദിക്കും എന്താ ഇതെന്ന്. അപ്പം മീനും പറയും എന്നുള്ള രീതി മീനു നിൽക്കുക. എന്നിട്ട് മീനു ആണെങ്കിൽ കണ്ണുകൊണ്ട് ദേവിയോട് ചോദിക്കും. അപ്പം ദേവിയും പറയും എനിക്കെങ്ങും അറിയത്തില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഉള്ള രീതിയിൽ ദേവി നിൽക്കുകയാണ് കേട്ടോ. അപ്പം അനു അങ്ങോട്ട് വരുവേ. സുകന്യം കൂടി ഇരിക്കുക എന്ന് ഗോമതി പറയൂ കേട്ടോ. ഞാൻ പിന്നെ കഴിച്ചോളാം ചേച്ചി. ബാലേട്ടാ ഇന്നത്തെ ആഹാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകതയോ? എന്ത് പ്രത്യേകത? ബാലേട്ടനെ ഈ കറികളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ എന്ന് പറയേ. അപ്പം ബാലനാണെങ്കിൽ ഓരോ കറികളൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. എങ്ങനെയുണ്ട് ബാലേട്ടാ?
എങ്ങനെയുണ്ട്? നല്ലതാണോ? കൊള്ളാം, നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയും. ഈ കറികളൊക്കെ ആരാ ഉണ്ടാക്കിയെന്നറിയാവോ എന്ന് ഗോമതി ചോദിക്കുക. ആരാ ഉണ്ടാക്കിയത് എന്നപ്പം ബാലൻ ചോദിക്കും. അത് വേറെ ആരുമല്ല, നമ്മുടെ സുകന്യ ഉണ്ടാക്കിയതാ. സുകന്യാണോ ഇന്ന് പാചകം ചെയ്തേ എന്ന് ബാലൻ ചോദിക്കുകയെ. അതെ ബാലേട്ടാ, എന്നെ ഗോമതി ചേച്ചി സഹായിച്ചു. വിശ്വാസം വരുന്നില്ല അല്ലേ? ആ, പാചകം പഠിക്കണമെന്ന് പറഞ്ഞ് സുകന്യ എൻ്റെ പിന്നാലെ കൂടി ഓരോ കറികളും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അത് കേട്ട് അതുപോലെ സുകന്യ ഉണ്ടാക്കിയെടുത്തതാ ഈ കാണുന്ന കറികളൊക്കെയും. ആഹാ, കൊള്ളാലോ, എല്ലാ കറികളും നന്നായിട്ടുണ്ട്, ഒരു പ്രത്യേക രുചിയുണ്ട്. ഇനി എന്നും ഇവിടുത്തെ പാചകം ഞാൻ തന്നെ ആയിരിക്കും എന്ന് പെട്ടെന്ന് സുകന്യ പറയും കേട്ടോ. അപ്പം ദേവി പറയും, ആ നല്ല കാര്യമാണല്ലോ. സത്യം പറഞ്ഞാൽ സുകന്യക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് ബാലൻ പറയും. ഇപ്പോഴാ ബാലേട്ട ഈ വീട് നിങ്ങളെയൊക്കെ എനിക്ക് മനസ്സിലായത്. അത് മനസ്സിലാക്കിയപ്പോഴാ ഞാൻ എന്നെ തന്നെ തിരുത്തിക്കു തുടങ്ങിയത് എന്ന് സുകന്യ പറയും കേട്ടോ. ധർമ്മേട്ടൻ്റെ ശമ്പളക്കാരൻ ചോദിച്ച് ബാലേട്ടനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, അതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്ക് അറിയാൻ മേലായിരുന്നു. ഇപ്പോഴേ എനിക്കതൊക്കെ മനസ്സിലായത്. ഇപ്പം എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനതൊക്കെ പതിയെ പതിയെ തിരുത്തിക്കൊണ്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ അങ്ങനെ സംസാരിച്ചു പോയതിൽ ബാലേട്ടൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയൂട്ടോ. അതും സുകന്യോട് എനിക്ക് കുറച്ച് ദേഷ്യം തോന്നിയിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പം മാറി കേട്ടോ. ഇപ്പം സുകന്യോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല എന്ന് ബാലൻ പറയാം. അപ്പം സുകന്യയുടെ ഈ മാറ്റമൊക്കെ യഥാർത്ഥത്തിലാണെന്ന് കരുതി ഗോമതിക്ക് സന്തോഷമാവുക. അപ്പം മീനു മനസ്സിൽ പറയുവേ, ചേച്ചി ശരിക്കും മാറിയതാണോ ഇത് ആക്ടിങ് ആണോ എന്ന്. അപ്പം മിത്ര മീനുനോട് ചോദിക്കും, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറയും കേട്ടോ. അപ്പം സുകന്യ എല്ലാവരുടെ ആവശ്യാനുസരണം വിളമ്പി കൊടുക്കുക. ദേവി കുറച്ചും കൂടി കഴിക്കുക, ഈ സമയത്ത് നന്നായിട്ട് ആഹാരം കഴിക്കണം. അയ്യോ എനിക്ക് മതി, ഞാൻ ഇത്രേ കഴിക്കുള്ളൂ എന്ന് പറയും. അപ്പം മിത്ര പറയും, ആക്ടിങ്ങാ, വെറും ആക്ടിങ്. അല്ല ദേവിക്ക് ഇച്ചിരി വെള്ളം തരട്ടെ? വേണ്ട വേണ്ട, കഴിച്ചിട്ട് കുടിച്ചോളാം. ഇച്ചിരിയോട് സ്പീഡിൽ കഴിക്കുക ദേവി, ചോറ് നന്നായിട്ടങ്ങ് കഴിക്കുക എന്ന് പറയേ. അപ്പം മിത്രയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് ദേഷ്യം വരുവാണേ. ഇവരെന്തോ കരുതിക്കൂട്ടി തന്നെയാണല്ലോ ഈ പ്രവർത്തിക്കുന്നതൊക്കെ എന്നും പറഞ്ഞ് മിത്ര ചോറിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മീനു മിത്രയ്ക്കിട്ടൊന്ന് തട്ടും, കഴിക്കാൻ പറയുവേ. വീണ്ടും ചിന്തയിൽ മുഴുകി തന്നെ മിത്ര ഇരിക്കുവാണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും